Hello guys, welcome back to the video. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 35,000 രൂപീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ ഒരുപാട് പേര് നോക്കുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചും കൂടെയാണ് ഈ ഒരു 35,000 രൂപീസ് ബഡ്ജറ്റ് റേഞ്ച്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണും ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണും ഒക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ വീഡിയോ മൊത്തം കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ്. സാംസങ് ഗാലക്സി S23 FE. യെസ്, ഫാൻസ് എഡിഷൻ ആണ്. ഒരു പ്രീമിയം ഫീൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ അത്യാവശ്യം ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും നല്ലൊരു പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.4 ഇഞ്ചസിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡൈനാമിക് ആംലറ്റ് ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ എക്സിനോസിന്റെ 2200 എന്ന് പറയുന്ന പ്രോസറാണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ഹെവി ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രോസർ താങ്ങൂല. അപ്പം അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് നോക്കാവുന്നതാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 12 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 10 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് 24 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 വരുന്നത്, 14 അല്ല. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാം. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഈ ഒരു 30,000 റുപ്പീസിലും 25 വാട്ട്സിന്റെ ചാർജിങ് കിട്ടുന്നുള്ളൂ. IP68 വരുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+ 128GB റോം വരുന്നുണ്ട്. 29,999 റുപ്പീസിനാണ് വരുന്നത്. സോ 30,000 റുപ്പീസിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും ഒരു നല്ലൊരു പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ഹെവി ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ നോക്കണ്ട. സോ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ F6. സോ നിങ്ങളൊരു കിടിലൻ പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു പോക്കോ F6. സോ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 ഹെർട്സിന്റെ ആംലറ്റ് ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 പ്രോസസർ, 50 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറ, 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 5000 mAhന്റെ ബാറ്ററി, 90 വാട്ട്സിന്റെ ടർബോ ചാർജിംഗ് ഒക്കെയാണ് വരുന്നത്. UFS 4.0 ഒക്കെ കിട്ടുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+ 256GB റോം വരുന്നുണ്ട്. 29,200 റുപ്പീസിനാണ് വരുന്നത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ നിങ്ങൾ ഒരു ബെസ്റ്റ് പെർഫോമൻസിന്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഈ ഒരു 30,000 റുപ്പീസിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ മോട്ടോ H50 Pro. സോ ഒരു കിടിലൻ പെർഫോമൻസിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസിലാണ് വരുന്നത്. പിന്നെ ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിന്റെ 1.5K POLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 120 ഹെർട്സിലെ 144 ഹെർട്സ്. പിന്നെ 2000 ഹെർട്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 7 Gen 3 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഒരു 30,000 റുപ്പീസിൽ ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. പ്ലസ് 13 മെഗാ പിക്സൽ പ്ലസ് 10 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട് ക്യാമറയിൽ 4K ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 125 വാട്ട്സിന്റെ ചാർജിംഗ് ആണ്. 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നു. സോ വയർലെസ് ചാർജിങ്ങും വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാം. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, IP68 കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, നമ്മുടെ വെള്ളത്തിലൊന്നും കൊണ്ടുവരരുത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത് നമ്മുടെ ഡോൾബി അറ്റ്മോസിന്റെ. പിന്നെ UFS 2.2 കിട്ടുന്നുള്ളൂ. ഈ ഒരു 30,000 ബഡ്ജറ്റ് റേഞ്ചിൽ 4.0 ഒക്കെ തരാമായിരുന്നു. പക്ഷേ UFS 2.2 കിട്ടുന്നുള്ളൂ. സോ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കിടിലം സ്മാർട്ട് ഫോണാണ്. ഈ ഒരു 30,000 റുപ്പീസിൽ പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+ 256GB റോം വരുന്നുണ്ട്. 27,999 റുപ്പീസിനാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്. OnePlus 12R. സോ ഒരു ബെസ്റ്റ് ഡിസൈനിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ 1.5K ആംലറ്റ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ചോയ്സ് ആണ്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. HDR 10+ ഒക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 ആണ്. നമ്മുടെ S23 വെച്ചിരിക്കുന്ന പ്രോസസറാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസറാണ്. സോ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ OIS-ഉം EIS-ഉം ഒക്കെ സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാ പിക്സലിന്റെ മാക്രോയാണ് വരുന്നത്. പിന്നെ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും.
ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ചാർജിങ് ആണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB RAM വേരിയന്റ് 38,999 rupees വരുന്നത്. സോ 39,000 rupees-ൻ്റെതാണ്. പിന്നെ നിങ്ങൾക്ക് ICICI ബാങ്കിൻ്റെ ഒക്കെ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 35,999 rupees-ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാവുന്നതാണ്. സോ 35,000 rupees-ൽ പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ്. ഒരു കിടലം പെർഫോമൻസ്, നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺ ആണ്. സോ ICICI ബാങ്കിൻ്റെ ഒക്കെ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ച് 36,000 rupees-ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുക. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, വിവോ T3 Ultra. സോ നമ്മുടെ വിവോ T3 Ultra പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് പെർഫോമൻസിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ ഒരു കിടലും ക്യാമറ ക്വാളിറ്റി, നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 inches-ന്റെ 1.5K 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. 4500 nits-ന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTek-ന്റെ Dimensity 9200+ ആണ്. സോ അത്യാവശ്യം ഒരു കിടലം പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. പിന്നെ 50 MP സെൽഫി ക്യാമറയും. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിടലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, IP68 കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്. സോ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+128GB RAM വേരിയന്റ് 31,999 rupees-നാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും iQ Neo 9 Pro. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റും ക്യാമറയും ഡിസ്പ്ലേയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 inches-ന്റെ 1.5K QHD+ AMOLED 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെയും 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ ഡ്യുവൽ ചിപ്സിലാണ് ഇവിടെ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആണ്. പിന്നെ നമ്മുടെ iQന്റെ Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് എന്ന് പറഞ്ഞൊരു ചിപ്പും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. സോ ഒരു കിടിലം പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 MP ഒരു അൾട്രാ വൈഡും 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5160 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ, LPDDR5X+ UFS 4.0 കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB RAM വേരിയന്റ് 33,999 rupees-നാണ് വരുന്നത്. സോ 34,000 rupees-ന് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഇതൊക്കെയാണ് 35,000 rupees-ന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിലത്തെ ബെല്ലൈക്കൺ ഒക്കെ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.